വീണ്ടും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്കൊരവസരം ദൈവം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ വിഷയമാണ് എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയില്ല. തീർച്ചയായും ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും. എന്താണ് ഇന്നത്തെ വിഷയം എന്ന് ഞാൻ പറയാം. എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ഉദാഹരണമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് കുടിക്കുക, ഇത് രണ്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ, വളരെ കുറവ് കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ബ്ലഡിൽ പോയിസൺ നിറയുവാൻ തുടങ്ങും, നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് കടന്നു കയറും. എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്കങ്ങ് തോന്നി വെള്ളം കണ്ടമാനം കുടിക്കണം, അപ്പോൾ അങ്ങ് ആരോഗ്യം ഉണ്ടാകുമല്ലോ, കാരണം വിഷമെല്ലാം പോവും, അഴുക്കെല്ലാം പോവും. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത്, ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ, ഒരു സ്ത്രീ ICUയിൽ അഡ്മിറ്റ് ആയതിനെക്കുറിച്ച് ഞാൻ വായിക്കാനിടയായി. അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വെള്ളം കുടിച്ചു. അവരുടെ ശരീരത്തിലെ ലവണങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ലവണങ്ങളെല്ലാം ഒലിച്ചു പോകാനായിട്ടിടയായി. ചുരുക്കം പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടോ ഇല്ലയെന്ന് പോലും അറിഞ്ഞൂടാ, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർ മാറി. അപ്പോൾ വെള്ളം കൂടുതൽ കുടിച്ചാൽ കുഴപ്പം, കുറച്ച് കുടിച്ചാൽ കുഴപ്പം. നമുക്ക് വേണ്ടത്, നമുക്ക് ദാഹിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്, അനാവശ്യത്തിനല്ല. എന്നാൽ അത് നമുക്ക് ആഹാരത്തെങ്കിലേക്ക് നോക്കാം. നിങ്ങൾ ആഹാരം വളരെ കുറവ് കഴിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് കുറവ് കഴിക്കുമ്പോൾ നിങ്ങൾ അനീമിയ ഉണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഒന്നും കിട്ടാതെ നിങ്ങൾക്ക് പോഷകാഹാരക്കുറവുണ്ടാകാം, മാൽന്യൂട്രീഷൻ ഉണ്ടാകാം. ചുരുക്കം പറഞ്ഞാൽ മരണമായിരിക്കും ഇതിൻ്റെ എല്ലാ അവസാനം. എന്നാൽ ആഹാരം കഴിക്കാതിരുന്നാൽ പ്രശ്നമുണ്ടാകുമല്ലോ എന്ന് വെച്ച് നിങ്ങൾ കണ്ടമാനം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനേക്കാട്ടിലും വലിയ കോംപ്ലിക്കേഷനിലായിട്ടാണ് പോകുന്നത്. കാരണം പഴയ കാലത്ത് മാൽന്യൂട്രീഷനാണ് മരണകാരണമെങ്കിൽ ഇപ്പോഴത്തെ മരണത്തിൻ്റെ ഏറ്റവും വലിയ കാരണം കണ്ടമാനം ആഹാരം കഴിക്കുന്നതാണ്. അതായത് സമൃദ്ധിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ കാണുന്ന സകല അസുഖങ്ങളും വന്നത് ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ്, നല്ലപോലെ ആഹാരം തന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈ നിറച്ച് കാശും മേശ നിറച്ച ആഹാരവും തന്നപ്പോഴും ദൈവം പ്രതീക്ഷിച്ചത് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കഴിക്കണം എന്നുള്ളതാണ്, അനാവശ്യമായിട്ട് കഴിക്കണം എന്നല്ല. ദൈവം നിങ്ങൾക്ക് വലിച്ചു വാരി തന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അതിനെ നിയന്ത്രിച്ച് കഴിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ദൈവം തന്നെയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഞാനൊരു അടുത്തൊരു ഉദാഹരണം പറയുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ ഞങ്ങൾ ഇതിവിടെ അളക്കാറുണ്ട്. എനിക്ക് ഇന്ന് വരെ 21% ഓക്സിജൻ ഞാൻ ലോകത്തെങ്ങും കണ്ടിട്ടില്ല. 20.7, 20.3, 4, 5 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം 21% അങ്ങ് വെച്ചോ റൗണ്ട് ഫിഗറിന്. അപ്പം ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ എവിടെ നിന്നാലും ഒരു 21% കിട്ടും. അത് 18 ആയാൽ നിങ്ങൾ കിതയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടത്തില്ല, നിങ്ങൾ കിതയ്ക്കും, നിങ്ങൾക്ക് ഒരുപാട് ജോലിയും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മലയുടെ മണ്ടയ്ക്കോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ പർവ്വതങ്ങളുടെ ഉയരങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഓക്സിജൻ കുറയും. അന്നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരിക്കൽ എനിക്ക് സ്വല്പം
ശ്വാസം മുട്ടലിൻ്റെ ഒരു പ്രയാസം പോലെ വന്നു. ഞാനത് കൊണ്ട് ഊട്ടിക്ക് പോയി. ഊട്ടി ചെന്ന് ഒരു കയറ്റം കയറിയപ്പോൾ എൻ്റെ കാര്യം കഴിഞ്ഞു. അവസാനം തലയിറങ്ങി താഴെ വീഴാതിരിക്കാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ വട്ടം പിടിച്ച് ഞാനവിടെ നിന്നു. കാരണം ഓക്സിജൻ്റെ കുറവായിരിക്കാം, ശ്വാസം മുട്ടലും അതിൻ്റെ കൂടെ ഓക്സിജൻ കുറവും കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ ഏതായാലും അത് ഡോക്ടറെ കാണിക്കുവാനും അത് മാറുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞ് കൂടിയാലോ. ഈയിടെ എനിക്ക് പരിചയമുള്ള ഒരു അങ്കിൾ അഡ്മിറ്റായി. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അവസാനം സംഭവം മനസ്സിലായപ്പം ഓക്സിജൻ കൂടിപ്പോയതാണ് പ്രശ്നം. എന്താ കാരണം? അതിനിടയ്ക്ക് പുള്ളിക്ക് എന്തോ ഒരു ദുർസ്വഭാവം കിടന്നു വന്നു. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ മൂക്കിന്നിങ്ങനെ പെട്ടെന്ന് ശ്വാസം വലിക്കുക. അത് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല, വലിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം അഡ്മിറ്റായി. സംഭവം നോക്കിയപ്പം ഓക്സിജൻ കൂടിപ്പോയതായി. വലിച്ച് ബ്ലഡിൽ ഓക്സിജൻ കൂടിപ്പോയി. അപ്പം നമുക്ക് ഓക്സിജൻ കുറഞ്ഞാൽ പ്രശ്നം, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ദൈവം അതിനെ ഒരു 21% നിർത്തിയിരിക്കുകയാണ്. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബ്ലഡ് കുറഞ്ഞു പോയാൽ നിങ്ങൾ അനീമിക്കാം എന്ന് പറഞ്ഞ് കണ്ടമാനം ബ്ലഡ് ആയാലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടും. അതും ആരോഗ്യത്തിന് അത്രയും നല്ലതല്ല. ഇനി നിങ്ങളുടെ ലവണങ്ങളൊക്കെയോ, നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ലവണങ്ങൾ, കാൽഷ്യം, പൊട്ടാഷ്യം അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, വൈറ്റമിൻസ്, ഇതൊക്കെ കുറഞ്ഞാൽ പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. വൈറ്റമിൻസിൽ പ്രത്യേകിച്ചും വാട്ടർ സൊല്യൂബിൾ ആണെങ്കിൽ കുറച്ച് കൂടിയാലും മൂത്രത്തിൽ കൂടെയൊക്കെ അതങ്ങ് പുറത്തേക്ക് പോകും. എന്നാൽ അത് ഫാറ്റ് സൊല്യൂബിൾ ആണ്, വൈറ്റമിൻ ഡി പോലെ ഫാറ്റ് സൊല്യൂബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യും. അപ്പം കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ശരീരത്തിൻ്റെ ടെമ്പറേച്ചറും കുറയാനും കൂടാനും പാടില്ല. അത് കൃത്യമായി അതിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉയരം അങ്ങ് കണ്ടമാനം കൂടി, അത് പ്രശ്നമാണ്. വീടുകളുടെ കട്ടളകളിൽ തലയെന്നിടിക്കും. പല സ്ഥലങ്ങളിലും ബസ്സിൽ കയറാൻ പ്രയാസമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കട്ടിലുണ്ടാക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പാൻറ് ഷർട്ടും എല്ലാം ഷൂ എല്ലാം ഉണ്ടാക്കിപ്പിക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കിട്ടത്തില്ല, എല്ലാം പ്രത്യേകം മാനുഫാക്ചർ ചെയ്യണം. അതിൻ്റെ കൂടെ എല്ലാവരും തുറച്ചു നോക്കുന്ന ബുദ്ധിമുട്ടുകൾ. എന്നാൽ തീരെ കുറഞ്ഞു പോയാലോ, ബസ്സിൽ വരെ ആരെങ്കിലും എടുത്തു കയറ്റേണ്ടി വരും, അല്ലെങ്കിൽ ചാടി കയറേണ്ടി വരും. എല്ലാ രീതിയിലും ബുദ്ധിമുട്ട്. ആരുടെയെങ്കിലും കാലിൽ തടഞ്ഞ് രണ്ടുപേരും കൂടെ തലകുത്തി വീഴാനുള്ള സാധ്യതകൾ അത് വേറെ. ചുരുക്കം പറഞ്ഞാൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്നാൽ വെയിറ്റ് കൂട്ടുക എന്ന് വെച്ചാലോ, വെയിറ്റ് കൂടുന്നതാണ് മുമ്പ് പറഞ്ഞ പോലെ സകല പ്രശ്നത്തിൻ്റെയും ഇന്നത്തെ ആധാരം. മനുഷ്യൻ്റെ BMI കൂടാൻ പാടില്ല. അതൊരു 18-നും 25-നും ഇടയ്ക്ക് നിൽക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ നേവിയിൽ ഞങ്ങളുടെ ആരോഗ്യമൊക്കെ ഒരുപാട് നോക്കുമായിരുന്നു, BMI ഒന്നും കൂടാൻ സമ്മതിക്കത്തില്ല. ഇപ്പം നാണ്ട് ആ വീഡിയോ ഇറക്കിയ പിന്നെ ഇപ്പം മർച്ചൻ്റ് നേവിയിലും പ്രശ്നങ്ങളായി. ഇപ്പോൾ ഒരു അമിതവണ്ണമുള്ളവരെ എടുക്കുന്നില്ല പല കമ്പനികളും. അവർ മെഡിക്കൽ നോക്കി BMI കൂടുതലാണെങ്കിൽ അവർ ജോലിക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് പലരും ആഹാരം കുറച്ചു. പല ക്യാപ്റ്റന്മാരും പുറത്തായി, ചീഫ് എഞ്ചിനീയേഴ്സ് പുറത്തായി. ഒരുപാട് വണ്ണമുള്ളവരെയൊക്കെ ഇപ്പം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ജോലിയും തീർന്നു. അപ്പോൾ വെയിറ്റ് കൂടിയാൽ പ്രശ്നം, എന്ന് പറഞ്ഞാൽ കുറഞ്ഞാലോ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ടായാലും പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ 18-നും 25-നും ഇടയ്ക്ക് BMI കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു വെയിറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ കഴിക്കുന്ന മരുന്ന് ഡോക്ടർ എഴുതി തന്നു, ഒരു ദിവസം 10 mg, ഒരു 20 അല്ലെങ്കിൽ 30 കഴിച്ചേക്കാന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ ഒരുമിച്ച്. അന്ന് രാത്രി അവസാനത്തെ രാത്രി ആയിരിക്കും. എന്നാൽ കുറച്ചാലോ നമുക്ക് അന്ന് രാത്രി അസുഖം കൂടും. അതും ചിലപ്പം
IC പോകാനുള്ളൊരു വഴിയായിരിക്കാം. തീർച്ചയായും നമുക്ക് മരുന്ന് ഡോക്ടർ തന്നിരിക്കുന്ന ലിമിറ്റ് മാത്രമേ കഴിക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ പോട്ടെ, കുറച്ച് ആരോഗ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സസൈസ് ചെയ്തപ്പോൾ ഞാനങ്ങ് കണ്ടമാനം എക്സസൈസ് ചെയ്തു. അന്ന് രാത്രി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്നിരിക്കും. എത്രയോ ആരോഗ്യമുള്ളവർ, സ്പോർട്സ്മാൻമാർ, എല്ലാ ദിവസവും കളിക്കുന്നവർ, എക്സസൈസ് ഓവറായതുകൊണ്ട് മാത്രം എത്രയോ പേർ, പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആയിരിക്കുന്നവർ മരിച്ചു പോകുന്നത് നമ്മൾ പത്രത്തിൽ കൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഡോക്ടർമാർ എഴുതിക്കുന്ന ഓവറായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടാണ് അവരുടെ മരണം ഉണ്ടായത്. അവരുടെ ഹാർട്ടിൽ താങ്ങാൻ കഴിയാതെ നിന്നു പോവുകയായിരുന്നു പലരുടെയും ശരീരത്തിൽ. അപ്പോൾ എന്നാ ഒന്നും ചെയ്യേണ്ട, എക്സസൈസ് ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാലോ, അപ്പോൾ പിന്നെ നമ്മുടെ BMI ഒക്കെ കൂടും, നമ്മുടെ ആരോഗ്യം പോകും. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 ആഹാരത്തിൻ്റെ ക്രമീകരണം, 2 എക്സസൈസിൻ്റെ ക്രമീകരണം, 3 മാത്രമേ ഉള്ളൂ മരുന്നിന് പ്രാധാന്യം. ആരോഗ്യമുള്ള ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത് ആഹാരം കുറയ്ക്കണം, അത്യാവശ്യത്തിന് മാത്രം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുക, അത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വലിച്ചു ചെയ്യാനല്ല പറഞ്ഞത്. ഒരു ദിവസം 10 കിലോമീറ്റർ ഓടുക, ഇങ്ങനെയുള്ള പണിയൊന്നുമല്ല. അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് വെക്കുക, അങ്ങനെ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ മരണത്തെ പെട്ടെന്ന് വിളിച്ചു വരുത്തുകയാണ്. എക്സസൈസ് ചെയ്യാതിരുന്നാൽ മരിക്കും, ഓവറായിട്ട് ചെയ്താൽ മരിക്കും. അപ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇനി നമുക്ക് ഒരാളെ നമുക്ക് ഓവർ കെയറിങ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ഓവർ കെയറിങ്, അവരോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കെയർ ചെയ്യും. പക്ഷേ സത്യം പറഞ്ഞാൽ കെയർ ചെയ്യാതിരുന്നാൽ നമുക്ക് മനപ്രയാസം തോന്നും. എന്നാൽ ഓവർ കെയർ ചെയ്യുന്ന വ്യക്തിയെ കൊണ്ട് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു തലവേദനയായിട്ട് തരും. നമുക്കത് അവസാനം തലവേദനയായിരിക്കും. അപ്പോൾ ഇതും എന്ത് കാര്യമായാലും നമ്മൾ അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിൽ തൊട്ടാലും അത് നമുക്ക് പ്രശ്നമായിട്ട് തീരും. ജീവിതത്തിലെ ഏത് കാര്യങ്ങളും നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ, ഏത് കാര്യം എടുത്താലും അതിനൊരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കാണും. ഇതിനിടയ്ക്ക് വേണം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എന്നാൽ ആത്മീയതയാണെങ്കിലോ, ആത്മീയതയിലെക്കുറിച്ച് എന്താണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറയുന്നതെന്ന് നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിനീതിമാൻ ആയിരിക്കരുത്. ഓവർ റൈച്ചിയസ്, അതിനീതിമാനായിരിക്കരുത്. ഓക്കെ, ഈ വീഡിയോയിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് കഴിയത്തില്ല, എന്താണ് അതോട് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ദൈവം അവസരം തരികയാണെങ്കിൽ ഞാനത് പറയാം. അതിജ്ഞാനിയായിരിക്കുകയും അരുത്, കണ്ടമാനം ജ്ഞാനിയായി പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ പറയുന്നത്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് ശലോമോൻ. ആ ശലോമോനാണ് പറയുന്നത് അതിജ്ഞാനിയായിരിക്കരുത്. പിന്നെ പറയുന്ന വാക്കാണ് എന്നെ ശ്രദ്ധിപ്പിച്ചത്, എന്നെ ഭയപ്പെടുത്തിയത്: നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കരുത്, നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിഷയമാണ് നിയന്ത്രണമില്ലാത്ത മൊബൈൽ ഉപയോഗം. മൊബൈൽ ഏറ്റവും നല്ല സാധനമാണ്. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ കഴിയും. നമുക്ക് എങ്ങും പോകേണ്ട പോലും വരത്തില്ല. ആരോട് സംസാരിക്കണമെങ്കിലോ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തണോ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മൊബൈലിൽ ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മൊബൈലിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് അത് മാറ്റാനായിട്ടുള്ള ഒരു മരുന്നോ ഒരു ട്രീറ്റ്മെൻറ്റോ ഇന്ന് ഭൂമി നിലവിലില്ലെന്നാണ് സൈക്യാട്രിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ലിമിറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. പലപ്പോഴും അത് ഏത് കാര്യത്തിലായാലും മിതമായി ജീവിക്കുന്ന, മിതമായ വഴി, അതായത് ഒരു മധ്യ വഴിയിൽ കൂടെ പോകുന്ന
ആളുകളാണ് ഏറ്റവും സുഖമായി സന്തോഷമായി അമിതമായി ഒന്നിനോടും ആർത്തിയില്ല. ദൈവം എന്തെങ്കിലും തന്നാൽ അത് മിതമായി അനുഭവിക്കുക. ആഹാരം കൊണ്ടുവച്ചാൽ വലിച്ചു വാരി തിന്നത്തില്ല. അത്യാവശ്യത്തിന് അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് മാത്രം കഴിക്കുന്ന ആളുകൾ. ഇപ്പോഴും എനിക്ക് പരിചയമുള്ള എത്രയോ പേർ, എന്നേക്കാൾ പ്രായമുള്ളവർ, എന്നേക്കാൾ ആരോഗ്യമായിട്ട് ഇന്നൊരു പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല. കാരണം അത്യാവശ്യത്തിന് മാത്രം കഴിച്ച്, ആവശ്യത്തിന് മാത്രം കഴിച്ച് നടക്കുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് അവർക്കിന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിക്കുന്നു. എന്നെപ്പോലുള്ളവർ വയറ് നിറച്ച് കഴിച്ച് ഇഷ്ടംപോലെ ആഹാരത്തിൻ്റെ വലിപ്പത്തിന് അത്രവണ്ണം മരുന്ന് കഴിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സുഖമായി കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പ്രാപിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ, അതായത് സംതൃപ്തമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ, അതായത് ആർത്തിയില്ലാത്ത, ഓവർ അംബിഷ്യസ് അല്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ കോടീശ്വരനായെന്നും ആയില്ലെന്നും ഇരിക്കാം. പക്ഷേ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കാറിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലോ സഞ്ചരിച്ചില്ലെന്നിരിക്കാം. പക്ഷേ നിങ്ങളുടെ അത്രയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകത്തില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും പറയാം. തീർച്ചയായും നിങ്ങളിത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ മെസ്സേജ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി പറയുന്നു.